നോളജ് സിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി, ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി. അപ്പോഴൊക്കെ നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. മുത്തുനബിയോട് നേരിട്ട് ചോദിക്കുകയാണ്, എന്റെ ദോഷം പൊറുക്കണം നബിയേ. ഈ അക്രമത്തിന്, ഈ ക്രൂരതക്ക് അങ്ങ് ഞങ്ങളോട് പൊറുക്കണേ യാ റസൂലല്ലാഹ്. അല്ലാഹു പറയുന്നു, അന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. വ്യക്തമാണ്, ഖുർആനിലെ ആയത്ത് എത്ര വ്യക്തമാണ്. വഅന്നൽ മസാജിദ ലില്ലാഹ്, മസ്ജിദുകൾ അല്ലാഹുവിനുള്ളതാണ്, പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, അവിടെ നിങ്ങൾ അല്ലാഹുവിനോടൊപ്പം ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. എന്നാൽ നമ്മുടെ നാട്ടിലുള്ള മസ്ജിദുകളുടെ സ്ഥിതി എന്താണ്? ആളുകളിൽ ചിലർ സിയാറത്ത് ടൂർ എന്ന പേരിൽ വലിയ ബസ് എടുത്ത് ആളുകളെ കൊണ്ടുവന്ന് ഓരോ പള്ളികൾ സന്ദർശിക്കുകയാണ്. എന്നിട്ട് എന്താ ചെയ്യുന്നത്? എന്നിട്ട് അവിടെ പോയി ചെയ്യുന്നത്? ജാറത്തിൽ കിടക്കുന്ന വലിയനോടാണ് ദുആ ചെയ്യുന്നത്, ജാറത്തിൽ കിടക്കുന്ന വലിയനോടാണ് പ്രാർത്ഥിക്കുന്നത്. രോഗം മാറ്റിത്തരാനും, പ്രയാസങ്ങൾ നീക്കാനും, വിസ ശരിയാക്കാനും, ബുദ്ധിമുട്ടുകൾ നീക്കാനും, കുട്ടികളെ തരാനും ഒക്കെ ദുആ ചെയ്യുന്നത് ആരോടാ? വലിയനോട്. അല്ലാഹു പറയുന്നു, വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, നിങ്ങൾ അല്ലാഹുവിനോടൊപ്പം മസ്ജിദുകളിൽ ഒരാളെയും വിളിച്ച് ദുആ ചെയ്യരുത്.